അങ്ങനെ നമ്മൾ തേർഡ് ഡേ റണ്ണിങ്ങും സ്റ്റാർട്ട് ചെയ്തു. ഇന്നാണെങ്കിൽ ഞാൻ അധികം ഓടാനൊന്നുമില്ല, കാരണം വേറൊന്നല്ല, 2 ദിവസം ഓടിയതിന്റെ പെയിൻ ഇന്നാണ് കിട്ടിയത്. അപ്പൊ പിന്നെ നടത്തുന്നതിന്റെ ശരണം. നിങ്ങൾ എന്നും റൺ ചെയ്യുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റൺ ചെയ്യുന്ന സമയത്ത് ഷൂവിന്റെ ഈ ആംഗിൾ ലോക്ക് ഇടാറുണ്ടോ? ആംഗിൾ ലോക്ക് ചെയ്യാണ്ട് റൺ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, കാരണം നിങ്ങൾക്ക് റൺ ചെയ്യുന്ന സമയത്ത് നല്ല കോൺഫിഡൻസ് കിട്ടും. ഈ മെത്തേഡ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ലേസിന്റെ ഹോൾ എത്രയും നോക്കുക. എന്നിട്ട് ഈ ലാസ്റ്റ് കാണുന്ന ഹോൾ ഉണ്ടല്ലോ, ഈ സെയിം ഹോളിലേക്ക് തന്നെ ഈ സെയിം സൈഡിൽ നിന്ന് വരുന്ന ലൈസ് എടുത്തിട്ട് കയറ്റി വെക്കുക. അതിനുശേഷം ഇത് ഓപ്പോസിറ്റ് വരുന്ന 2 ലൈസിന്റെ ഈ പൊന്തി നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ കൂടെ ഈ ലൈസ് അങ്ങ് ക്രോസ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ നോർമലി ലൈസ് എങ്ങനെ കിട്ടുന്നത് അതുപോലെ അങ്ങ് കിട്ടുക. എന്നിട്ട് നിങ്ങൾ റൺ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ യൂസ് മനസ്സിലാവും, കാരണം നിങ്ങളുടെ ഷൂ പെട്ടെന്ന് നിങ്ങളുടെ കാലിൽ നിന്ന് സ്ലിപ്പ് ആവില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഓഫീസിലേക്ക് വിട്ടു. ഓഫീസിലെത്തിയ പിന്നെ നമ്മൾ നോർമലി നമ്മുടെ വർക്കിന് ഇരുന്നു. പിന്നെ അതേ സമയം ഉച്ചയായി. അപ്പൊ പിന്നെ നേരെ ലഞ്ച് കഴിക്കാൻ വിട്ടു. കോഴിക്കോട് എത്തിയതിനു ശേഷം ഉച്ചയ്ക്കത്തെ ഫുഡ് മൊത്തം പുറത്തുനിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റണ്ണിങ് പതിയെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ ലഞ്ച് കഴിച്ചതിനു ശേഷം നമ്മൾ നേരെ വർക്കിന് ഇരുന്നു. ഈവനിങ് ആയപ്പോൾ നമ്മുടെ ഓഫീസിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ 2 ആൾക്കാരുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഓഫീസിൽ. അങ്ങനെ ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തതിനു ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ് കയറി. പറഞ്ഞ വഴിയാണെങ്കിൽ ചിക്കിങ്ങിന്റെ ഒരു ഹോർഡിംഗ് കണ്ടത്. ആരായാലും കണ്ടോ നോക്കിപ്പോ, അതുപോലെയായിരുന്നു അവർ എഴുതിയ വേർഡ്സ്. പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനും കാത്ത് അവിടെ നിൽക്കലായി. അങ്ങനെ വണ്ടി വന്നതും നമ്മളതിൽ തൂങ്ങി പിടിച്ച് കയറിയതും ഇതാണ് അവസ്ഥ. വമ്പൻ തിരക്ക്. കാരണം വരുന്നില്ല, ബാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം വരെ പോണ വണ്ടിയായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർ മൊത്തത്തിലുണ്ടായിരുന്നത്, കാരണം പൂജയുടെ അവധിക്കല്ലേ. അങ്ങനെ നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി. ചേച്ചിയായിരുന്നു എന്നെ കൂട്ടാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ 2 നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് എത്തിയപ്പോഴേ ഒരാളുടെ സന്തോഷം കണ്ട. അപ്പൊ എന്തായാലും ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം.